Good morning, all of you. So today we are going to discuss the new chapter, that is surfaces in 3 dimension. In this chapter, we introduce several different ways to mathematically formulate the notion of a surface. Although the simplest of these, that of a surface patch, is all that is needed for most of the book, it does not describe adequately most of the objects that we would want to call surfaces. For example, a sphere is not a surface patch, but it can be described by gluing two surface patches together suitably. The idea behind this gluing procedure is simple enough, but making it precise turns out to be a little complicated. We have tried to minimize the trauma by collecting the most demanding proofs in a separate section. So, നമുക്ക് ഇവിടെ എന്താണ് ഒരു സർഫസ് എന്നുള്ളത് നോക്കാം. സർഫസ് ഇൻ 3 dimension എന്താണ് നോക്കാം. What is a surface? A surface is a subset of R3 that looks like a piece of R2 in the vicinity of any given point, just as the surface of the earth, although actually nearly spherical, appears to be a flat plane to an observer on the surface who sees only the horizon. അപ്പോൾ ഒരു സർഫസ് എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് R3 ആണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് അതിനെ കണ്ടാൽ ഒരു പീസ് ഓഫ് R2 പോലെ തോന്നുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ എർത്ത്, നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത് സ്ഫിയർ ആണ്. പക്ഷെ നമുക്ക് ഈ ഗ്ലോബ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആയിട്ടല്ലേ തോന്നിയിട്ടുള്ളൂ. ഒരു 2 dimensional പ്ലെയിൻ മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതായത് നമുക്ക് അതിൻ്റെ ഒരു പാർട്ട്, ഒരു ഹൊറിസോൺ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതാണ് ഡിഫറൻസ്. അപ്പോൾ ആക്ച്വലി ഒരു സർഫസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് R3, പക്ഷേ ഇറ്റ് ലുക്സ് ലൈക്ക് എ പീസ് ഓഫ് R2. അതാണ് സർഫസിൻ്റെ ഒരു മിയർ ഡെഫിനിഷൻ. ടു മേക്ക് ദി ഫ്രേസസ് ലുക്സ് ലൈക്ക് ആൻഡ് ഇൻ ദി വിസിനിറ്റി പ്രിസൈസ്. അപ്പോൾ ഈ ലുക്സ് ലൈക്ക് എന്ന് പറയുന്നതും ഇൻ ദി വിസിനിറ്റി എന്ന് പറയുന്നതൊക്കെ നമുക്ക് പ്രിസൈസായി ഡിഫൈൻ ചെയ്യുമ്പോൾ വി മസ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് സം പ്രിലിമിനറി മെറ്റീരിയൽസ് നമുക്ക് അത്യാവശ്യമാണ്. സോ we describe this for Rn for any n greater than or equal to 1, although we shall need it only for n is equal to 1, 2 or 3. അപ്പോൾ നമ്മൾ ജനറലി അത് Rnൽ ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത് ഈ പ്രിലിമിനറി മെറ്റീരിയൽസ്. നോക്കാം. First, a subset U of Rn is called open. അപ്പോൾ Rnൻ്റെ ഒരു സബ്സെറ്റ് U ആണ്. അതിന് നമ്മൾ ഓപ്പൺ ആണെന്ന് എപ്പോഴാണ് പറയാം? ഇഫ് whenever A is a point in U, A എന്ന് പറയുന്നത് യുവിലൊരു പോയിന്റ് ആണെങ്കിൽ there is a positive number epsilon such that every point U element of Rn within a distance epsilon of A is also in U. അതായത് A എന്ന് പറയുന്ന ഒരു പോയിന്റ് യുവിൽ ഒരു പോയിന്റ്, വെന്നെവർ എ എന്ന് പറയുന്നത് യുവിലൊരു പോയിന്റ് ആണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് നമ്പർ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ആ എപ്സിലോൺ നൈബർഹുഡിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എവറി പോയിന്റ് യു എലമെന്റ് ഓഫ് Rn വിത്തിൻ എ ഡിസ്റ്റൻസ് എപ്സിലോൺ ഓഫ് എയുടെ എപ്സിലോൺ നൈബർഹുഡിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റ് എവിടെ ഉണ്ടാവണം? ഈ ക്യാപിറ്റൽ യുവിൽ ഉണ്ടാവണം. അതായത് എ ബിലോങ്സ് ടു യു ആൻഡ് നോം ഓഫ് എ യു മൈനസ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ. അതായത് യു എന്ന് പറയുന്നത് എന്റെ എപ്സിലോൺ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്, നൈബർഹുഡിലാണ് കിടക്കുന്നത് എങ്കിൽ യു എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? ക്യാപിറ്റൽ യുവിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ ക്യാപിറ്റൽ യു എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ഓപ്പൺ എന്ന് പറയും. സാധാ ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ അനാലിസിസിലൊക്കെ പഠിച്ച സെയിം ഡെഫിനേഷൻ ഇവിടെ നോമ വെച്ച് പറയുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് പ്രിസൈസായി പറയാൻ പറ്റാത്ത കാരണം നമ്മൾ നോമ യൂസ് ചെയ്തിട്ടാണ് ഡിസ്റ്റൻസ് കൺസെപ്റ്റ് പറയുന്നത്. For example, the whole of Rn is an open set as is dr of A is equal to set of all u element. അപ്പം നമുക്ക് മൊത്തം Rn എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണെന്ന് പറയാം. കാരണം ഏതൊരു പോയിന്റ് dr of A എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ u ബിലോങ്സ് ടു Rn സച്ച് ദാറ്റ് നോം ഓഫ് u മൈനസ് എ ലെസ് ദാൻ R. അതായത് എയുടെ R റേഡിയസിലുള്ള ഒരു നൈബർഹുഡാണ് dr of A. അതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ u എലമെന്റ് ഓഫ് Rn സച്ച് ദാറ്റ് നോം ഓഫ് u മൈനസ് എ ലെസ് ദാൻ R ആയിരിക്കും. അതായത് എയുടെ R
ആ ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ്സിന്റെ കളക്ഷൻ. സോ ദാറ്റ് വിൽ ബി സം ആർ നൈബർഹുഡ് ഓഫ് എ. അതെന്ന് പറയുന്നത് എന്താണ്? ദി ഓപ്പൺ ബോൾ വിത്ത് സെന്റർ എ ആൻഡ് റേഡിയസ് ആർ ഗ്രേറ്റർ ദാൻ 0 ആണ് ഈ DRI. ഇഫ് n ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് R1 വരും. അതൊരു ഓപ്പൺ ബോൾ ഈസ് കോൾഡ് ആൻ ഓപ്പൺ ഇന്റർവൽ. n ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഓപ്പൺ ബോളിന് പകരം ഒരു ഓപ്പൺ ഇന്റർവൽ ആയിരിക്കും. റിയൽ ലൈനിൽ നമുക്ക് ഓപ്പൺ ഇന്റർവെൽസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. n ഈക്വൽ ടു 2 ആവുമ്പോൾ സമയത്ത് അതൊരു ഓപ്പൺ ഡിസ്ക് ആയിട്ടാവും നമുക്ക്. അതായത് 2 ഡയമെൻഷണൽ സ്പേസിൽ നമുക്ക് ഓപ്പൺ ഡിസ്ക് ആയിട്ടാവും വരിക. അങ്ങനെ n ഈക്വൽ ടു 3 ആവുമ്പോൾ നമുക്ക് ഓപ്പൺ ബോൾ വരും. ജനറലി ഓപ്പൺ ബോള് n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3ക്ക് നമ്മൾ ഓപ്പൺ ബോളെ പറയാം. അപ്പോൾ DRA ക്ലോഷർ എന്ന് പറയുന്നത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും ഇനീക്വാളിറ്റി. So for u belongs to Rn such that norm of u minus a less than or equal to R വരും. That is not open because however small the positive number epsilon എടുത്തു കഴിഞ്ഞാലും there is a point within a distance epsilon of the point a1 plus r, a2 etc. an belongs to DRA closure. Say that is not in DRA closure A. For example, the point a1 plus r plus, അതായത് നമുക്ക് ആ നൈബർഹുഡിലുള്ള പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ബൗണ്ടറി പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏതൊരു നൈബർഹുഡ് കൺസിഡർ ചെയ്താലും നമുക്ക് അതിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും വിച്ച് ഇസ് നോട്ട് ഇൻ യു. അപ്പം നമുക്ക് ക്ലോഷർ ഒരു ഓപ്പൺ സെറ്റ് അല്ല. നെക്സ്റ്റ്, if x and y are subsets of Rm and Rn respectively, x ഉം y ഉം Rmന്റെയും Rന്റെയും subsets ആണ്. A map f from x to y is said to be continuous at a point A belongs to x if the points in x near A are mapped by f to the points in y near f of A. എക്സും വൈയും ആർഎമ്മിൻ്റെ ആർഎന്നിൻ്റെയും സബ്സെറ്റ്സ് ആണ്. ഒരു മാപ്പ് ഉണ്ട് എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലോട്ടുള്ളത്. ആ മാപ്പിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിന്റ് എ എന്ന് പറയും. ഇഫ് പോയിന്റ്സ് ഇൻ എക്സ് നിയർ എ ആർ മാപ്ഡ് ബൈ എഫ് ടു പോയിന്റ്സ് ഇൻ വൈ നിയർ എഫ് ഓഫ് എ. അതായത് എക്സിലുള്ള നിയർ ബൈ പോയിന്റ്സിനെ എഫ് വൈയിലുള്ള നിയർ ബൈ പോയിന്റ്സിലോട്ട് മാപ്പ് ചെയ്യും. എയുടെ അടുത്തുള്ള പോയിന്റ്സിനെ എഫ് ഓഫ് എയുടെ അടുത്തുള്ള പോയിന്റ്സിലോട്ടാവും എഫ് മാപ്പ് ചെയ്യുക. മോർ പ്രിസൈസ്ലി എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ ഇഫ് ഗിവൺ എനി നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ നമ്പർ. നമ്മളെ മിയർ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ദർ ഈസ് എ നമ്പർ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that u belongs to x and norm of u minus a less than delta implies norm of f of u minus f of a less than epsilon. നമ്മൾ മോഡുലസ് വെച്ച് പറയുന്ന സെയിം ഡെഫിനിഷൻ ഇവിടെ നോം വെച്ചിട്ട് പറയുകയാണ്. Then f is said to be continuous if it is continuous at every point of x ആണ്. Composites of continuous maps എന്ന് പറയുന്നത് continuous ആയിരിക്കും. Continuous mapsന്റെ compositions continuous ആയിരിക്കും. So in view of the definition of an open set, this is equivalent to the following. F is continuous if and only for any open set V of Rn there is an open set U of Rm such that U intersection x എന്ന് പറയുന്നത് set of all x belongs to x is set f of x belongs to V ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് ഇത് equivalent to the following definition that f is continuous if and only if for any open set V of R എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഓപ്പൺ സെറ്റ് U of Rm കണ്ടുപിടിക്കാൻ പറ്റും such that U intersection x എന്ന് പറയുന്നത് എന്തായിരിക്കും? set of all x element of x is set f of x belongs to V. So if f from x to y എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആൻഡ് ബൈജക്റ്റീവ് മാപ്പാണ് ആൻഡ് ഇഫ് ഇറ്റ്സ് ഇൻവേഴ്സ് മാപ്പ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈയിൽ നിന്ന് എക്സിലോട്ടുള്ള ഒരു കണ്ടിന്യൂസ് മാപ്പ് ആണെങ്കിൽ എഫിനെ നമ്മൾ ഹോമിയോമോർഫിസം എന്ന് വിളിക്കും. അതായത് ബൈജക്റ്റീവ് ബൈ കണ്ടിന്യൂസ് മാപ്പ്. എഫ് കണ്ടിന്യൂസ് ആണ് ബൈജക്റ്റീവും ആണ്. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫിനെ നമ്മൾ ഹോമിയോമോർഫിസം എന്നാണ് വിളിക്കുക. ആൻഡ് എക്സ് ആൻഡ് വൈ ആർ സെറ്റ് ടു ബി ഹോമിയോമോർഫിക്.
We are now in a position to make our first attempt at defining the notion of a surface in R3. So, ഒരു definition പറയാം. A subset S of R3 is a surface. അപ്പോൾ R3യുടെ ഒരു സബ്സെറ്റ് ഒരു സർഫസ് ആവുന്നത് എപ്പോഴാണ്? If for every point P belongs to S, ഏതൊരു പോയിന്റ് P S-ൽ എടുത്തു കഴിഞ്ഞാലും there is an open set U in R2 and an open set W in R3 containing P such that ഈ P-നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് R2ലും ഒരു ഓപ്പൺ സെറ്റ് R3ലും എടുത്തു such that S intersection W എന്ന് പറയുന്നത് is homeomorphic to U. S intersection W എന്ന് പറയുന്നത് homeomorphic to U ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സബ്സെറ്റിന് ഒരു സർഫസ് എന്ന് പറയാൻ പറ്റും. A subset of a surface S of the form S intersection W, where W is an open subset of R3, is called an open subset of S. അപ്പോൾ W ഒരു ഓപ്പൺ സബ്സെറ്റ് ഓഫ് R3 ആണെങ്കിൽ S intersection W-ന് നമ്മൾ ഒരു ഓപ്പൺ സബ്സെറ്റ് ഓഫ് S എന്നാണ് പറയാം. A homeomorphism sigma from U to S intersection W, as in this definition, is called a surface patch or parametrization of the open subset S intersection W of S. അപ്പോൾ ഈ ഹോമിയോമോർഫിസം സിഗ്മ ഫ്രം യു ടു എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു അതിനെ നമ്മൾ സർഫസ് പാച്ച് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഒരു പാരാമീറ്ററൈസേഷൻ ഓഫ് ദി ഓപ്പൺ സബ്സെറ്റ് എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ഓഫ് എസ് എന്നും പറയും. എ കളക്ഷൻ ഓഫ് സച്ച് സർഫസ് പാച്ചസ്, അങ്ങനത്തെ സർഫസ് പാച്ചസുകളുടെ കളക്ഷൻ, അതായത് അത്തരത്തിലുള്ള ഹോമിയോമോർഫിസത്തിൻ്റെ കളക്ഷൻ എടുക്കുകയാണ്. ഹൂസ് ഇമേജസ് കവർ ദി ഹോൾ ഓഫ് എസ് ഈസ് കോൾഡ് ആൻ അറ്റ്ലസ് ഓഫ് എസ്. ഇതിനാണ് നമ്മൾ അറ്റ്ലസ് ഓഫ് എസ്, അങ്ങനത്തെ കളക്ഷൻ ഓഫ് സർഫസ് പാച്ചസ്, അതിൻ്റെ ഇമേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ഓഫ് എസ്സിനെ കവർ ചെയ്യണം. അത്തരത്തിലുള്ള ഒരു കളക്ഷനാണ് നമ്മൾ അറ്റ്ലസ് ഓഫ് എസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എവറി പ്ലെയിൻ ഇൻ R3, R3ലുള്ള ഏതൊരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാലും അതൊരു സർഫസ് ആണ് വിത്ത് ആൻ അറ്റ്ലസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ സർഫസ് പാച്ച്. അപ്പം അതിൻ്റെ അറ്റ്ലസിൽ ഒരൊറ്റ സിംഗിൾ സർഫസ് പാച്ചാണ് ഉണ്ടാവുള്ളൂ. എവറി പ്ലെയിൻ ഇൻ R3 എന്ന് പറയുന്നത് ഒരു സർഫസ് ആണ്, അതിൻ്റെ അറ്റ്ലസിൽ നമുക്കൊരു സിംഗിൾ സർഫസ് പാച്ചേ ഉണ്ടാവുള്ളൂ. ഇൻ ഫാക്ട് ലെറ്റ് A be a point on the plane and let P and Q be two unit vectors that are parallel to the plane and perpendicular to each other. If V is any point of the plane, V minus A is parallel to the plane, and so V minus A നെ നമുക്ക് UP plus VQ എന്ന് എഴുതാൻ പറ്റും for some scalars U and V. Thus the desired surface patch is sigma of UV is equal to A plus UP plus VQ, and its inverse map എന്ന് പറയുന്നത് sigma inverse of V is equal to V minus A dot P, V minus A dot Q. These formulas make it clear that sigma and sigma inverse are continuous, and hence that sigma എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോമിയോമോർഫിസം ആയിരിക്കും. The following example shows why we have to consider surfaces and not just surface patches. ഇപ്പോൾ സർഫസ് പാച്ചസ് അല്ല കൺസിഡർ ചെയ്യേണ്ടത്, സർഫസസ് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിനുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സർക്കുലർ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ R3 ദാറ്റ് ആർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ദി റേഡിയസ് ഓഫ് ദി സിലിണ്ടർ ഫ്രം എ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ. ഒരു സർക്കുലർ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഫിക്സഡ് ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സിൻ്റെ കളക്ഷനാണ് വരുന്നത്. ആ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ആ സർക്കുലർ സിലിണ്ടറിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ആ ഫിക്സഡ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആ റേഡിയസ് ഓഫ് ദി സിലിണ്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സർക്കുലർ സിലിണ്ടർ ഓഫ് റേഡിയസ് 1 എടുക്കുകയാണ് ആൻഡ് ആക്സിസ് എന്ന് പറയുന്നത് Z ആക്സിസ് ആണെങ്കിൽ വിച്ച് വി ഷാൾ കോൾ ദി യൂണിറ്റ് സിലിണ്ടർ. അതിനെ നമ്മൾ യൂണിറ്റ് സിലിണ്ടർ എന്ന് വിളിക്കുക. അതെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് S is equal to set of all XYZ belongs to R3 such that X square plus Y square equal to 1 ആണ്. കാരണം അതിൻ്റെ ആക്സിസ് Z ആക്സിസ് ആയ കാരണം ആ സ്ഫിയർ എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ XYZ belongs to R3 such that X square plus Y square equal to 1 ആണ്. The simplest parameterization of S is sigma of UV എന്ന് പറയുന്നത് cos U sin U V ആണ്. അതായത് എക്സിന് cos Uവും വൈന് sin Uവും കൊടുക്കുകയാണെങ്കിൽ
ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സെഡിന് നമ്മൾ സം ആർബിട്രറി വി കൊടുക്കുകയാണ്. സോ അതിൻ്റെ ഒരു പാരാമീറ്ററൈസേഷൻ ആണ് കോസ് യു സൈൻ യു വി. Clearly, sigma of uv belongs to S for all uv belongs to R2 and every point of S is of this form. ഇതെല്ലാം ഈ എസ്സിൽ കിടക്കും, കാരണം എസിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മോറോവർ സിഗ്മ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് മാപ്പാണ്. ഹവർ സിഗ്മ എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് അല്ല, 1 അല്ല, കാരണം പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് സൈനും കോസും. ആൻഡ് സോ ഈസ് നോട്ട് എ ഹോമിയോമോർഫിസം. സോ അത് ഇൻജക്റ്റീവ് അല്ല, സോ അതെന്തല്ല ബൈജക്റ്റീവ് അല്ല, അതുകൊണ്ട് അതൊരു ഹോമിയോമോർഫിസം ആവില്ല. ബിക്കോസ് സിഗ്മ ഓഫ് യു വി എന്ന് പറയുന്നത് 2π പീരിയോഡിക് ആണ് ഫോർ ഓൾ യു ആൻഡ് വി. സോ ടു ഗെറ്റ് എൻ ഇൻജക്റ്റീവ് മാപ്പ്, അപ്പം നമുക്കിതിനെ ഹോമിയോമോർഫിസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ഒരു ഇൻ്റർവെല്ലിൽ, ഒരു 2π ലെങ്ത് ഉള്ള ഇൻ്റർവെല്ലിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാണ്. സെവൻ ഈക്വൽ ടു 2π വരുന്ന ഒരു ഇൻ്റർവെല്ലിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ആ ഇൻ്റർവെല്ലിനെ നമ്മൾ സം 0 ലെസ് ദാൻ ഈക്വൽ ടു u ലെസ് ദാൻ 2π എന്ന് വിളിച്ചു. ഹവർ ഓൾദോ ദി റെസ്ട്രിക്ഷൻ, അപ്പം സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു വി ഓഫ് സിഗ്മ, വി എന്ന് പറയുന്നത് 0 മുതൽ 2π ലെങ്ത് വരുന്ന ഒരു ഇൻ്റർവെല്ലിലോട്ട് നമ്മൾ സിഗ്മേനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം അത് ഇൻജക്റ്റീവായി മാറും. പക്ഷെ വി ഈസ് നോട്ട് എൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് R2 ആൻഡ് സോ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു വി എന്ന് പറയുന്നത് ഒരു സർഫസ് പാച്ച് ആവില്ല. സർഫസ് പാച്ചിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് ഇവിടെ വി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സബ്സെറ്റ് ഓഫ് R2 അല്ലാത്ത കാരണം 0 ഒരു ബൗണ്ടറി പോയിന്റ് ആണല്ലോ, അപ്പം അത് സർഫസ് പാച്ച് ആവില്ല. അപ്പോൾ ദ ലാർജസ്റ്റ് ഓപ്പൺ സബ്സെറ്റ് ഓഫ് R2 കണ്ടെയ്ൻഡ് ഇൻ വി, വിയിൽ കണ്ടെയ്ൻ ആയിട്ടുള്ള ലാർജസ്റ്റ് ഓപ്പൺ സബ്സെറ്റ് ആരാണ്? 0 ലെസ് ദാൻ u ലെസ് ദാൻ 2π വരുന്ന യു വി കളക്ഷൻ ആണ്. അപ്പോൾ u is equal to set of all uv belongs to R2 such that 0 less than u less than 2π എടുക്കുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ സിഗ്മേനെ യുലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം സിഗ്മ എന്ന് പറയുന്നത് എന്തായി മാറും? ഒരു സർഫസ് പാച്ചായി മാറും. കാരണം യു ഒരു ഓപ്പൺ സെറ്റ് ആണ്, സിഗ്മ ഇൻജക്റ്റീവും ആണ്. സോ സിഗ്മ ഒരു ഹോമിയോമോർഫിസ് ആവും, അതുകൊണ്ട് സിഗ്മ ഒരു സർഫസ് പാച്ച് ആവും. However, sigma restricted to u does not cover the whole of S. പക്ഷേ ഈ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു എന്ന് പറയുന്നത് മൊത്തം എസ്സിനെ കവർ ചെയ്യുന്നില്ല. മനസ്സിലായോ? കാരണം എസ് എന്ന് പറയുന്നത് സർക്കുലർ ഹെലിക്സിൽ, അപ്പോൾ ആ സിലിണ്ടറിന് മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓൺലി ദി ഓപ്പൺ സബ്സെറ്റ് ഒബ്റ്റെയിൻഡ് ബൈ റിമൂവിങ് ദി ലൈൻ x ഈക്വൽ ടു 1 y ഈക്വൽ ടു 0 ഫ്രം S. അപ്പോൾ x ഈക്വൽ ടു 1 y ഈക്വൽ ടു 0, കാരണം 2π വാല്യൂ അല്ലെങ്കിൽ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ x ഈക്വൽ ടു 1 y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു ലൈനിനെ ഇതെന്ത് ചെയ്യും? ഒമിറ്റ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഈ സിലിണ്ടറിന് ഇങ്ങനെ ഒരു ലൈന് ഒമിറ്റ് ആയി പോവും. അപ്പോൾ നമുക്ക് അറ്റ്ലസ് എന്ന് പറയുമ്പോൾ എൻ്റയർ എസിനെ കവർ ചെയ്യണം. അപ്പോൾ ടു ഗെറ്റ് എൻ അറ്റ്ലസ് ഫോർ എസ് വി ദെർഫോർ നീഡ് അറ്റ്ലീസ്റ്റ് 1 മോർ സർഫസ് പാച്ച്. അപ്പോൾ നമുക്ക് ഒരു സർഫസ് പാച്ചും കൂടെ ആവശ്യമാണ് മൊത്തം എൻ്റയർ എസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വി ക്യാൻ ടേക്ക് സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ടിൽഡ, യു ടിൽഡ എന്ന് പറയുന്ന റീജിയൻ വേറൊരു 2π ലെങ്ത്തിലുള്ള റീജിയൻ എടുക്കുക, -π ലെസ് ദാൻ u ലെസ് ദാൻ π വരുന്ന ഒരു ഓപ്പൺ സബ്സെറ്റ് എടുക്കുക. അപ്പോൾ ആ ഭാഗത്ത് കോസ് പൈ എന്ന് പറയുന്ന വാല്യൂവിനെയാണ് ഒമിറ്റ് ചെയ്യുക. കോസ് പൈ എന്ന് പറയുമ്പം x ഈക്വൽ ടു 0 y ഈക്വൽ ടു കോസ് പൈ എന്ന് പറയുമ്പോൾ -1 y ഈക്വൽ ടു 0. അപ്പോൾ x ഈക്വൽ ടു -1 y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഭാഗം ഈക്വൽ ടു പൈ വരുന്ന ഭാഗമാണല്ലോ ഒമിറ്റ് ചെയ്ത് പോകുന്നത്, ലെസ് ദാൻ സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ആകുമ്പോൾ. അപ്പോൾ ദിസ് കവേഴ്സ് ദി ഓപ്പൺ സബ്സെറ്റ് ഓഫ് എസ് ഒബ്റ്റെയിൻഡ് ബൈ റിമൂവിങ് ദി ലൈൻ x ഈക്വൽ ടു 1നെയും y ഈക്വൽ ടു 0നെയും അത് ഒമിറ്റ് ചെയ്യും. പക്ഷെ അത് നമ്മുടെ ആദ്യത്തെ സർഫസ് പാച്ച് കവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആദ്യത്തെ സർഫസ് പാച്ച് ഒമിറ്റ് ചെയ്ത ഭാഗം ഇപ്പോഴത്തെ സർഫസ് പാച്ച് കവർ ചെയ്യുന്നുണ്ട്, അതായത് സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ടിൽഡ കവർ ചെയ്യുന്നുണ്ട്. സോ എവറി പോയിന്റ് ഓഫ് എസ് ഈസ് ഇൻ ദി ഇമേജ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദി സർഫസ് പാച്ചസ് സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു, സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ടിൽഡ. ഇതിൽ ഏതെങ്കിലും ഒരു സർഫസ് പാച്ചിൽ എല്ലാ പോയിന്റും നമുക്ക് വരും. ഏതെങ്കിലും ഒന്നിൽ ഇതിൽ വരാത്തത് മറ്റേതിൽ വരും. സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ടിൽഡയിൽ വരാത്തത് സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യുവിൽ വരും. സോ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു സെറ്റ് സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു, സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ടിൽഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ആൻ അറ്റ്ലസ് ഫോർ എസ് ആൻഡ് എസ് എന്ന് പറയുന്നത് ഒരു സർഫസ് ആയിരിക്കും. ഇതേപോലെ നിങ്ങൾ അടുത്ത എക്സാമ്പിൾ നോക്കണം. സ്ഫിയറിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ അറ്റ്ലസ് എന്താണ് വരുന്നത് എന്നുള്ള എക്സാമ്പിൾ നിങ്ങൾ സ്വയം നോക്കണം. ഓക്കെ, ഇതൊരു ഹോംവർക്കാണ്. അടുത്ത സർക്കുലർ കോണിൻ്റെ വരുന്നുണ്ട്, അത് ഇതുപോലെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ എന്താണ് വരുന്നത്. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ നമുക്ക് ഇവിടെ പോർഷൻസ് തീരില്ല. ഒരുപാട് പെൻഡിങ് ആണ് നമ്മുടെ പോർഷൻസ്, മൾട്ടി വേരിയബിൾ. അത് തീർത്തിട്ട് വേണം എനിക്ക് ഫങ്ഷണൽ സ്റ്റാർട്ട് ചെയ്യാൻ.
സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഹോംവർക്കായി ട്രൈ ചെയ്യൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ, അതായത് സ്മൂത്ത് സർഫസസ് ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അതിന് മുന്നേ നിങ്ങൾ ഈ എക്സാമ്പിൾസ് എല്ലാം സർഫസ് പാച്ച് അറ്റ്ലസ് ഒക്കെ നോക്കി വെക്കാം. ഓക്കെ, എന്നാലാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.